നോ ആൻഡ് ലുക്ക് ഫോർ എ സൈൻ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, കോംപ്രമൈസ്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ രണ്ടെണ്ണം നോ എന്നും ലുക്ക് ഫോർ എ സൈന് കോംപ്രമൈസും ഇത്രയും എനർജീസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഡിവൈൻ പറയുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിൽ നിൽക്കുക. കാരണം ഈ ഒരു ബന്ധത്തിൽ നിന്ന് പലപ്പോഴും നിങ്ങളുടെ മനസ്സ് ഇത് എസ് അല്ലെ നോ ആയിട്ട് എന്താണ് ആൻസർ എടുക്കേണ്ടത്, ഈ ബന്ധത്തിൽ നിൽക്കണോ വേണ്ടയോ, ഞാൻ പിന്തിരിയണോ, എന്താണ് ഇതിൻ്റെ അകത്തൊരു ആൻസർ എടുക്കേണ്ടത് എന്നുള്ളത് കൺഫ്യൂഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോവണ്ട. നിങ്ങൾ ഒരിക്കലും ഈ ബന്ധം ഉപേക്ഷിച്ച് പോവരുത് എന്നാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കോംപ്രമൈസിന് നാളെ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ വരുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം പോലെ തന്നെ. അല്ല, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്വപ്നങ്ങളും ആ ഒരു വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സ്നേഹം, ഇപ്പം 5 ഓഫ് കപ്സ് നോക്കുമ്പോൾ തന്നെ അറിയാം, ആ ഒരു നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ പലപ്പോഴും അത് ഒഴുക്കിക്കളയണം വെറുതെ. ആ ഒരു പേഴ്സണ് വേണ്ടി ഇനിയിപ്പം നിങ്ങളുടെ മനസ്സ് ഭയങ്കര പിടഞ്ഞോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര തീരാ ദുഃഖമാണ്. എപ്പോഴും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ആരോടും മിണ്ടാനൊന്നും തോന്നില്ല. പലപ്പോഴും നമ്മുടെ മനസ്സ് വേദനിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു വ്യക്തിയോടുള്ള സ്നേഹം അവരും കാണുന്നില്ല. ഇത് നിങ്ങൾക്ക് മറ്റാരോടും പറയാൻ പറ്റത്തില്ലാത്തൊരു ബന്ധവും ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഇനി കുറച്ചും കൂടി മാത്രമേ സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ പ്രതീക്ഷ നിങ്ങൾ മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളൊരു കുറച്ചെങ്കിലും പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താ പറയുക, ഈ ഒരു ഡിവൈൻ മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ ആ ഒരു ഇപ്പം ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ബന്ധം തന്നെയാണ്. അത് നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റാരിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലുപരി ഈ ഒരു പേഴ്സൺ തന്നെയാണ് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു അവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ അവിടെ നിൽക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നാളെ ഒരു സമയത്ത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യത്തിന് തന്നെയായിരിക്കും പ്രയോറിറ്റി കൂടുതലായിട്ട് കിട്ടുന്നത്. അല്ലാതെ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നാളെ ഒരു സമയത്ത് നിങ്ങളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയും എന്നുള്ളൊരു തരത്തിലുള്ള ഒരു സ്പ്രെഡ് നമുക്കിവിടെ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധത്തിന് നിങ്ങൾ കാത്തിരിക്കുന്നതിൽ 100% വിജയം നിങ്ങൾക്ക് സാധ്യമാണ്. ഇന്നത്തെ ഒരു റീഡിംഗ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് ഈ മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ ബൈ.